മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് 7-8 വാർഡുകളിലെ റോഡരികുകൾ ശുചീകരിച്ചു. വാർഡ് മെമ്പർമാരായ കെ മോഹനൻ, ടി വി സീനി, ആശാവർക്കർമാരായ ശോഭ സിംഗ്, വിമല, തൊഴിലുറപ്പുമേറ്റുമാരായ ടി കെ ഗിരിജ, രാധ പി എസ്, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 18-19 തീയതികളിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ മുഴുവൻ പാതയോരങ്ങളും അതുപോലെ തന്നെ ഓടകൾ, പൊതു ഇടങ്ങൾ, ടൗണുകൾ മുഴുവൻ ശുചിയാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് നമ്മുടെ പാതയോരം ശുചീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പാതയോരങ്ങൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും നമ്മളിത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആളുകൾ പാതയോരങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് മാറ്റിയെടുക്കൽ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ പാതയോരവും ക്ലീനാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ ഇടമഴ പെയ്ത് വേനൽക്കാലം കഴിഞ്ഞ് ഇടമഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ പകർച്ചവ്യാധികളുടെ ഒരു പ്രളയമായിട്ട് തന്നെ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി, അത് ചിക്കൻ ഗുനിയ, ഇങ്ങനെ നിരവധിയായ പകർച്ചവ്യാധികൾ നമ്മളെ പിടികൂടാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പാതയോര ക്ലീനിങ് ശുചീകരണം നടത്തുന്നത്. ഇതുപോലെ തന്നെ നമ്മളെല്ലാ ഞായറാഴ്ചകളിലും വീടുകൾ ഡ്രൈ ഡേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ നാട്ടുകാരും ബഹുമാനപ്പെട്ടവരും സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.